ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഡോക്ടർ സൗമ്യ സരിൻ, ഈ പേര് നമ്മൾ മലയാളികൾക്ക് ഏറെ പരിചിതമാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഏറെ വിവാദങ്ങളിലും ഈ പേര് നിറഞ്ഞു നിന്നു. എന്നാൽ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ഡോക്ടർ സൗമ്യ ആരാണ് എന്ന് അറിയുമോ? ഇല്ല എന്ന് തന്നെ പറയാം. തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ ആ പഴഞ്ചൊല്ല് യാഥാർത്ഥ്യമാക്കിയ ഒരു വ്യക്തിയാണ് ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയാതെ വയ്യ. പഠനത്തിലും ജോലിയിലും കലയിലും എല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ സൗമ്യ സരിൻ കഴിഞ്ഞ ദിവസം ബഹ്റിനിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ വീഡിയോയിലിട്ട് പോവാം. സൗമ്യ സരിൻ, ആ പേര് നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ്. കേവലം ചില കാര്യങ്ങളുടെ പേരിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർ ഒരുപക്ഷെ സൗമ്യ സരിൻ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാത്തവരായിരിക്കാം. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ മെഡലോടെ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കലാകാരി, ഡോക്ടർ, എഴുത്തുകാരി, സാമൂഹ്യ മാധ്യമങ്ങളിലെ മിന്നും താരം, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ സൗമ്യ സരിൻ DC ബുക്കിൻ്റെയും ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെയും നേതൃത്വത്തിൽ ബഹ്റിനിൽ നടക്കുന്ന പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി സൗമ്യ സരിൻ ബഹ്റിനിലെത്തുകയുണ്ടായി. അവിടെ വെച്ചൊരു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഷാർജയിലേക്ക് വന്നിട്ട് ഏകദേശം 2 വർഷം ആവാൻ പോകുന്നു. 2023 ഫെബ്രുവരിയിൽ വന്നതാണ്. അതിനുശേഷം ദുബായിലും ഷാർജയിലും അബുദാബിയിലും ഒക്കെ ആയിട്ട് കുറേ പരിപാടികൾ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് ആ രാജ്യത്തിന് പുറത്തൊരു രാജ്യത്ത് പോയിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതും എൻ്റെ ആദ്യത്തെ ബുക്കിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയായതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇത് ഒരു സ്ഥലത്തേക്ക് ഒരു പരിപാടിക്ക്, അത് വേറൊരു രാജ്യത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ലിജീഷ് ഇവിടെ വന്നിരുന്നല്ലോ, നമ്മുടെ കഞ്ചാവ് എഴുതിയ ആള് ലിജീഷ്. അപ്പോൾ ലിജീഷ് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ ലിജീഷിനോട് വെറുതെ മെസ്സേജ് അയച്ച് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ പോയത്? ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ 2 വാചകങ്ങൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത് അനുഭവിക്കുകയായിരുന്നു. വളരെ കുഞ്ഞൊരു രാജ്യം, വളരെ കുറച്ച് പേരുള്ള വളരെ ചെറിയൊരു രാജ്യം. എൻ്റെ അടുത്ത് സൽമാൻ പറഞ്ഞത് നമ്മുടെ മണ്ണാർക്കാട് താലൂക്കിന്റെ അത്രേ ഉള്ളൂ ബഹ്റിൻ ആകെ മൊത്തം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയാ, നമുക്കൊരു ഫീല് വരും, ഒരു ഫീൽ ഗുഡ് എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയാതെ ഒരു പോസിറ്റീവ് വൈബ്. അതെല്ലായിടത്തും ചെല്ലുമ്പോഴും എനിക്ക് കിട്ടാറില്ല കേട്ടോ. എല്ലാ പരിപാടികൾക്ക് പോകുമ്പോഴും നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ ഈ രാജ്യത്തെ കാലം കിട്ടിയത് മുതൽ ഇന്നീ നിമിഷം വരെ എനിക്കറിയാം, ഞാൻ പോകുന്നത് വരെയും അതിനുശേഷവും ഈ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഐ റിയലി ഫെൽറ്റ് ഇറ്റ്. സോ വളരെ നന്ദി. എന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വേറൊരു സ്ഥലത്താണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. ലൈക്ക് ഐ വാസ് ഫീലിംഗ് അറ്റ് ഹോം. സോ അത്രയ്ക്ക് സന്തോഷമുണ്ട്, വളരെയധികം അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ, ഇത്രയും വലിയൊരു പരിപാടിയിൽ നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളെ സംവദിക്കാനും ഒക്കെ ഒരു അവസരം തന്ന DC ബുക്സ്, അതിനേക്കാൾ ഉപരി ബഹ്റിൻ കേരളീയ സമാജം, നിങ്ങൾ ഓരോരുത്തരും വളരെ. ആക്ച്വലി എനിക്ക് ഒരു ചീത്തപ്പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ, അതായത് പേഷ്യൻ്റ് ഇല്ലാത്ത ഡോക്ടറാണെന്നുള്ളത്, സോഷ്യൽ മീഡിയ ഡോക്ടറാണെന്നുള്ളത്. നിങ്ങളുടെ എൻ്റെ താഴെയുള്ള കമന്റ് ബോക്സ് ഒക്കെ നോക്കിയിട്ട്, ഇപ്പൊ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ വേറെ പലതുമാണ് കാണുക. അതിപ്പോ നോക്കരുത് കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റാക്ക് വരും, അത് ഹാർട്ട് അറ്റാക്ക് വരും. എൻ്റെ അത്ര തൊലിക്കെട്ടിയൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ ജനറലി നമ്മൾ ഇപ്പം ഈ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇവിടെ വരുന്നതിൻ്റെ പിക്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യുമ്പോൾ താഴെ വന്നിട്ട് ആളുകൾ പറയുന്ന ഒരു കമൻ്റാണ്, സാധാരണ ഡോക്ടർമാർക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൊരോ പണിയൊന്നും ഇല്ലല്ലേ, പേഷ്യൻസ് ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത് എന്ന് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ജനങ്ങളുടെ ഒരു പൊതു വികാരം. കാരണം അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ പണ്ടത്തെ ഡോക്ടർമാരൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. നിങ്ങൾ ഒരു 20-25 കൊല്ലം മുമ്പുള്ള ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ജീവിതം, അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങളിൽ പല ഡോക്ടർമാരുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 കൺസൾട്ടേഷൻ റൂമിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്ന ജീവിതങ്ങളാണ് പല ഡോക്ടർമാരുടെ ഉള്ളത്. നിങ്ങളിപ്പോൾ കേൾക്കുന്നില്ല എത്ര ഡോക്ടർമാരാണ്, അല്ലെങ്കിൽ PG സ്റ്റുഡൻസ് ആണ് സൂയിസൈഡ് ചെയ്യുന്നത്, എത്ര ഡോക്ടർമാരാണ് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യുന്നത്, എത്ര ഡോക്ടർമാരാണ് വളരെ ചെറിയ പ്രായത്തിൽ MI അല്ലെങ്കിൽ അറ്റാക്ക്, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അസുഖം വന്ന് മരിക്കുന്നത്. ഇതെല്ലാവരും മരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി പറഞ്ഞത് ഞങ്ങളിപ്പോൾ കാണുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ 1-2 വർഷം മുന്നേയും പിന്നെയൊക്കെ പഠിച്ചവർ ഇങ്ങനെ
പടങ്ങളായിട്ട് വരുന്ന വാർത്തകൾ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് സാറ് ചോദിക്കായിരുന്നു സോഷ്യലി കമ്മിറ്റഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത അതവിടെയുണ്ട്, അതില്ലാതെ ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടി 100% സമൂഹത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കള്ളമാണ്. അതങ്ങനെയല്ല. ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് കൂടി വേണ്ടിയിട്ടാണ്. കാരണം എനിക്കിങ്ങനെ നേരത്തെ കൂട്ടി പോയി പടാവണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഡോക്ടറുടെ ലൈഫിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊക്കെ രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആളുകളെ കാണാനും പരിചയപ്പെടാനും അവരുമായിട്ട് സംസാരിക്കാനും ജനറലി സംസാരിക്കാൻ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഒരു 2018 എന്നെ കാണാൻ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ അമ്മയും അവർ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു 2 കുട്ടികളവർ. അപ്പോൾ അവർ അന്ന് തുടങ്ങിയിട്ടേ അവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ. അവരാണ് ഒരു തവണ അവരുടെ പേജിൽ 1-2 ടോക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ അവരെന്നോട് ചോദിച്ചു, മാഡത്തിന് സ്വന്തമായിട്ട് അന്നൊന്നും അത്ര ഡോക്ടേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ല, അങ്ങനെ വലിയ പേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് എത്ര തെറ്റിദ്ധാരണകളുണ്ട് നമ്മുടെ ഇടയിൽ. ഏറ്റവും കൂടുതൽ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് വന്നത് എന്തിനെ പറ്റിയിട്ടാണ്? മെഡിസിനെ പറ്റിയിട്ടാണ്. നിങ്ങളിപ്പോഴും ഒന്ന് വാട്സപ്പ്, എത്ര പേർക്ക് വാട്സപ്പിൽ രാവിലെ ഫോർവേഡ് വരുന്നുണ്ട്, ഇത് അരച്ച് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറും, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഫ്ലഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് ആരോഗ്യം. അപ്പം അതുകൊണ്ട് നമുക്കറിയുന്ന അറിവ്, എൻ്റെ അമ്മ ഇന്ന് ജീവനോടെയില്ല, അമ്മ മരിച്ചു ആളുകളാണ്. അതായത് നമുക്ക് 2 രീതിയിലുള്ള ലൈഫുണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലേ. നമുക്കൊരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പേജ് ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2018 മുതൽ സ്റ്റാർട്ട് ചെയ്തൊരു പേജാണ്. തുടക്കത്തിൽ ഞാൻ വെറും ഹെൽത്ത് ടോക്കുകൾ മാത്രമാണ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഒരു ആരോഗ്യകാര്യം ചർച്ച ചെയ്യുന്ന ആളെ തെറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആരും എന്നെ വന്ന് തെറിയൊന്നും വിളിക്കാറില്ല. വളരെ സമാധാനപരമായി പോയിരുന്ന ഒരു പേജായിരുന്നു എൻ്റെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ആരോഗ്യം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് മാത്രമല്ല, അത് നമ്മുടെ സൊസൈറ്റി, ഒരു സമൂഹത്തിൻ്റെ ഹെൽത്ത് കൂടി, സമൂഹത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡവറി ഡെത്ത് നമ്മുടെ നാട്ടിൽ എത്രയോ നടന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ഹെൽത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അതിൻ്റെ പുറത്ത് ഞാൻ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള എനിക്ക് പറയണമെന്ന് തോന്നുന്ന, അത് പലപ്പോഴും കുട്ടികളുമായിട്ടും സ്ത്രീകളുമായിട്ടും ബന്ധപ്പെട്ടതായിരിക്കും, അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഒബ്വിയസ്ലി 2 അഭിപ്രായങ്ങൾ വരുമല്ലോ. അപ്പോൾ പിന്നെ വിമർശനങ്ങൾ കൂടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ഇന്ന ആളാണെന്നും അദ്ദേഹം ഒരു പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണെന്നും കൂടി അറിഞ്ഞപ്പോൾ വിമർശനങ്ങൾ. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളും ആ പാർട്ടിയുമായി കൂട്ടിക്കെട്ടപ്പെടും. അപ്പം നമ്മൾ പറയുന്നതിലെല്ലാം ഇവർ രാഷ്ട്രീയത്തിൻ്റെ നിറം അനാവശ്യമായി ചാർത്തി കൊടുക്കും. അപ്പോൾ വിമർശനങ്ങൾ കൂടി തുടങ്ങി. അപ്പോൾ ഒരു 2018 മുതൽ ഇറ്റ് വാസ് എ ജേർണി. ഞാൻ പതുക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയുടെ കട്ടിങ്ങനെ കൂടി വന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല തൊലിക്കട്ടിയായി ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ഒരു പരിധിക്കപ്പുറം അഫക്റ്റ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ, നമ്മുടെ പീസ് ഓഫ് മൈൻഡും നമ്മുടെ ഹാപ്പിനെസ്സും നമ്മൾ എന്ന് അതിൻ്റെ താക്കോല് വേറൊരാളെ ഏൽപ്പിക്കുന്നോ, അത് സോഷ്യൽ മീഡിയ ഒന്നും ആവണമെന്നില്ല കേട്ടോ. ഇവൻ നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആയാലും പോലും അത് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ആവുന്നത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വ്യക്തികളിലും വ്യക്തികളുടെ നന്മയിലുമാണ്. ഒരിക്കലും ഇത്രയും കാലം ഞാൻ ഇന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരകയാണെന്നോ പ്രവർത്തകയാണെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ അല്ല. കാരണം എന്തുകൊണ്ട് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ആരെയും ഭയമില്ലാതെ, ആരെങ്കിലും എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാതെ പറയാൻ ഇഷ്ടമുള്ള ആളും അതിൻ്റെ സ്വാതന്ത്ര്യം ആർക്കും അടിയറവ് വെക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു രാഷ്ട്രീയ പാർട്ടീനെ പ്രതിനിധാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള കെട്ടുപാടുകൾ വരും, അല്ലെങ്കിൽ ചിലത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രബോധം വളരെയധികം അത്യാവശ്യമാണ്. എനിക്ക് എല്ലാ പാർട്ടികളെ പറ്റിയിട്ടും എനിക്ക് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ചിലപ്പോൾ ചിലവർ ചെയ്യുന്നത് ശരിയെന്ന് തോന്നും, ചിലപ്പോൾ മറ്റവർ ചെയ്യുന്നത് ശരിയെന്ന് തോന്നും. അത് ആപേക്ഷികമാണ്. അപ്പോൾ കൃത്യമായ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോടും ഞാൻ എന്നെ കെട്ടിവെച്ചിട്ടില്ല. പിന്നെ ആദ്യം ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ തരത്തിലുള്ള വിവാദങ്ങൾ വിഷമുണ്ടാക്കാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സോഷ്യൽ മീഡിയ ഈ വിഷമം ഉണ്ടാക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ നമ്മളെ അനാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടാകുന്ന വിഷമം. അപ്പോൾ എന്നെ സംബന്ധിച്ചെങ്കിലും ഈ XYZ ആണല്ലോ, പേരില്ല മുഖമില്ല, ഇവർക്ക് പോയിട്ട് ഉത്തരം കൊടുത്ത് കളയാൻ എൻ്റെ സമയമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്
എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പാടാറുണ്ട്. അത് പത്രം ഞാൻ പെർഫെക്റ്റ് സിംഗറായിട്ടൊന്നുമല്ല, എനിക്കിഷ്ടമാണ് പാടാൻ, ഞാൻ അതുകൊണ്ട് പാടാറുണ്ട്. ഈ പറഞ്ഞ പോലെ ബുക്ക് ഇത് എഴുതണം എന്നത് കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. അടുത്ത ബുക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊക്കെ ഡോക്ടർ വരുമോ? അപ്പോൾ ഞാൻ പോകും, എനിക്കെന്ത് വരെ കുഴപ്പം, ഒന്നുകിൽ തോക്കും അല്ലെങ്കിൽ ജയിക്കും. ഇപ്പോൾ ഇത് ഫസ്റ്റ് റണ്ണറപ്പോ സെക്കൻഡ് റണ്ണറപ്പോ എന്നുള്ള സാധനം നിങ്ങളോടുള്ള റെസ്പെക്റ്റ് പിടിച്ചു പറ്റാൻ സാധിക്കില്ല. സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനുള്ള ഉത്തരം. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എനിക്ക് റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഇരുന്ന് ഇവിടെ സംസാരിക്കാൻ പറ്റുക, എനിക്ക് എങ്ങനെയാണ് മനസ്സ് തോന്നുന്ന ചിരിക്കാൻ പറ്റുക, ഇതൊന്നും എന്നെ കൂടെ സാധിക്കില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലരും എന്നോട് ചോദിച്ച ചോദ്യം, സരിൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ ഡോക്ടർക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നില്ലേ, ഡോക്ടർക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കാമായിരുന്നില്ലേ? എന്തിന് ഞാൻ പിന്തിരിപ്പിക്കണം? 41 വയസ്സായി സരിൻ, എനിക്ക് 40 വയസ്സായി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുള്ള 2 കംപ്ലീറ്റ്ലി മെച്യൂർഡ് ആയിട്ടുള്ള 2 ഇൻഡിവിജ്വൽസ് ആണ് ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ. ഇതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്, വേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഭരിക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് ഞാനും സരുന്നുള്ളതല്ല, അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം ഭരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് നല്ലത് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റിപ്പോകും. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ഓൺ യുവർ ഡിസിഷൻസ്. ഞങ്ങളുടെ മോൾക്ക് 12 വയസ്സാണ്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് തനിച്ചൊരു, അതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ പ്രായത്തിലൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും ചെറുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ച് വന്ന ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് എനിക്ക് ബേസിക്കലി ഭയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സ്നേഹത്തെക്കാളൊക്കെ മുമ്പ് വന്നിരുന്നത് ഭയമായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനും എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ പോകുമ്പോൾ ഊഹിക്കാമല്ലോ എന്തായിരിക്കും വീട്ടിലെ അവസ്ഥ എന്ന്. അപ്പോൾ നല്ല പേടിയായിരുന്നു എനിക്ക്. കാരണം നല്ല അടി കൂട്ടുമായിരുന്നു, നല്ല ചീത്തയും അടിയൊക്കെ കിട്ടിയിട്ടല്ല. ഞാൻ 10ാം ക്ലാസ് വരെ നല്ല അടി കൂട്ടുമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇതിലൊന്നും കൂട്ടിക്കെട്ടാത്തത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാവുമ്പോൾ അപ്പുറത്ത് നമ്മളപ്പോൾ ശത്രുപക്ഷത്താണ് അല്ലേ, ഇൻക്ലൂഡിങ് ഞാൻ ശത്രുപക്ഷത്തായി. അപ്പോൾ അവർക്ക് ആ സമയത്ത് എന്താണ്, അവർക്കെതിരെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചാരോപിക്കാൻ എന്താണ് കിട്ടുന്നത് അവരത് ചെയ്യും. അത് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെനിക്കൊരു തെറ്റ് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനതിനെ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടൊന്നുമല്ല ആ പത്രസമ്മേളനം നടത്തിയത്. ഞാൻ വളരെ ക്ലിയറായി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കെതിരെ ഒരു ആരോപണം വന്നു, അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് ബോധിപ്പിക്കേണ്ടത് പൊതുജനങ്ങളോടാണ്. അത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തിയാണ്. കാര്യം ഒരു എത്രയോ പത്രങ്ങളുടെ മുന്നിൽ എത്രയോ മീഡിയാസിന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതേ മാർഗത്തിലൂടെ എനിക്ക് തിരിച്ചും ഉത്തരം പറയേണ്ടതായിട്ട് വന്നു. അതൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയോ അത് പത്രസമ്മേളനം കണ്ടവർക്ക് അറിയായിരിക്കും. ഉത്തരം നമ്മൾ ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കളങ്കമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കണം. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആരോപണം ഉന്നയിക്കുന്നത് ആരും ആയിക്കോട്ടെ, അത് XYZ ആണ് എന്നെ സംബന്ധിച്ചിട്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും XYZ ആയാലും ഞാൻ ഇത് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയാണ് അതിൽ പറയുന്നത്. ഈ ക്ലിനിക്സുകളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഡോക്ടർമാർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കോളേജിലെ രോഗികളെ നോക്കുന്ന ഡോക്ടർമാരാണ്. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഡോക്ടർമാരല്ല. അവർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നത് അവിടെ വരുന്ന രോഗികളെ നോക്കുന്നതിനാണ് കൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ഞാൻ പറയുന്നത് ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങുന്ന മെഡിക്കൽ സ്റ്റുഡൻറ്റിനാണ് ഒരു ഗവൺമെന്റ് ഏറ്റവും തുച്ഛമായിട്ടുള്ള പൈസ ചെലവാക്കുന്നത് എന്ന് പറയും. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? എഞ്ചിനീയറിംഗ് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ പഠിപ്പിച്ച് പുറത്തിറക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ലെക്ചേഴ്സ്, പ്രൊഫസേഴ്സ്, എന്താണ് പൊതുജനങ്ങൾക്ക് ഒരു എഞ്ചിനീയർ പുറത്തെത്തിക്കഴിഞ്ഞാലുള്ള ഗുണത്തേക്കാൾ ഉപരി എന്താണ് ഒരു പൊതുജനത്തിന് നിങ്ങൾക്ക് അവിടെ നിന്ന് ഓഫർ ചെയ്യാനുള്ളത്? ഒരു ആർട്സ് കോളേജിൽ നിന്ന് എന്താണ് ഓഫർ ചെയ്യാനുള്ളത്? എന്നാൽ ഒരു മെഡിക്കൽ കോളേജ് അങ്ങനെയാണോ? ലക്ഷക്കണക്കിന് വരുന്ന രോഗികളെ നോക്കുന്ന ഡോക്ടർമാരാണ് ഞങ്ങളുടെ ടീച്ചർമാർ. വെറും ഫസ്റ്റ് ഇയർ മാത്രമാണ് ഞങ്ങൾ ക്ലിനിക്സിൽ നിന്ന് മാറി നിന്നിട്ട് വെറും തിയറി പഠിക്കുന്നത്. അതിനുശേഷം അവിടെ മാത്രമേ ഞങ്ങൾ ശവത്തിനെ കാണുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ വരുന്ന രോഗികളെയാണ് ആ രോഗികളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇവിടെ എന്താണ് മുതൽ മുടക്ക് എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല സത്യത്തിൽ. ഇനി ഞാൻ പറഞ്ഞല്ലോ, എല്ലാം
3rd ഇയർ 4th ഇയർ 5th ഇയർ എല്ലാം കഴിഞ്ഞു, എല്ലാം ക്ലിനിക്സിലാണ്. നമ്മൾ രോഗികളെ കാണുന്നു, അവരുടെ ഡയപ്പറും പണിയും ഈ പറയുന്ന പോലെ എല്ലാ പണികളും, അതായത് ഒരു മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളെ പഠിക്കുന്നതിൻ്റെ കൂടെ ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കുകയും കൂടി ചെയ്യുകയാണല്ലോ. ഇത് അപ്പം മെൻസ് ഡേ കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല. എനിക്ക് തോന്നുന്നു മെൻസ് ഡേ എന്നായിരുന്നു, ഇലക്ഷൻ്റെ തലേ ദിവസമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത്ര ഓർമ്മ. കാര്യം 20-ാം തീയതി ആയിരുന്നു ഇലക്ഷൻ. ഞാൻ അന്നാണ് ആ ടോക്ക് ചെയ്തത്. ഞാൻ വോട്ടൊക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് ആ ടോക്ക് ചെയ്തത്. അന്ന് എനിക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട്. എനിക്ക് ഒരു ദിവസം ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. പക്ഷേ ഒരു ലക്ഷ്യമില്ലാതായിപ്പോയി. അതുകൊണ്ട് പിന്നെ സൈഡിൽ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. അതാണ് സത്യം. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങൾ സരിൻ ചില ലക്ഷ്യങ്ങളുമായി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയൊരു ജോലി കളഞ്ഞു വന്നൊരു മനുഷ്യനാണ്. അതിനോട് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ അല്ലെങ്കിൽ കാര്യമെന്ന് പറയുന്നത് ആ തീരുമാനത്തെ ബഹുമാനിക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക. നമുക്ക് ഒരിക്കലും നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇതിലൊന്നും കൂട്ടിക്കെട്ടാത്തത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാവുമ്പോൾ അപ്പുറത്ത് നമ്മളപ്പോൾ ശത്രുപക്ഷത്താണ് അല്ലേ, ഇൻക്ലൂഡിങ് ഞാൻ ശത്രുപക്ഷത്തായി. അപ്പോൾ അവർക്ക് ആ സമയത്ത് എന്താണ് അവർക്കെതിരെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചാരോപിക്കാൻ എന്താണ് കിട്ടുന്നത് അവരത് ചെയ്യും. അത് ഒരു പൊളിറ്റീഷ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെനിക്കൊരു തെറ്റ് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനതിനെ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടൊന്നുമല്ല ആ പത്രസമ്മേളനം നടത്തിയത്. ഞാൻ വളരെ ക്ലിയറായി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ ഒരു ആരോപണം വന്നു, അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് ബോധിപ്പിക്കേണ്ടത് പൊതുജനങ്ങളോടാണ്. അത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തിയാണ്. കാര്യം ഒരു എത്രയോ പത്രങ്ങളുടെ മുന്നിൽ എത്രയോ മീഡിയാസിന്റെ മുമ്പിലാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ച് അതേ മാർഗത്തിലൂടെ എനിക്ക് തിരിച്ചും ഉത്തരം പറയേണ്ടതായിട്ട് വന്നു. അതൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയോ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയോ. അത് പത്രസമ്മേളനം കണ്ടവർക്ക് അറിയാമായിരിക്കും. ഉത്തരം നമ്മൾ ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കളങ്കമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കണം. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആരോപണം ഉന്നയിക്കുന്നത് ആരും ആയിക്കോട്ടെ, അത് XYZ ആണ് എന്നെ സംബന്ധിച്ചിട്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും XYZ ആയാലും ഞാൻ ഇത് തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയാണ് അതിൽ പറയാം. ഇപ്പോൾ പറഞ്ഞു ശരി, നമ്മുടെ ഫാമിലിയിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട്, ഡോക്ടർമാരാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവള് ഡോക്ടർ ആയിക്കോട്ടെ, നമുക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. നേരെ PC തോമസ് സാറിനെ അവിടെ കൊണ്ടാക്കി 2 വർഷം അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് എല്ലാവരെയും പോലെ ഞാൻ അടവെച്ച് വിരിയിപ്പിച്ചെടുക്കുന്ന ഒരു ബാച്ചായിരുന്നല്ലോ. ഞാൻ 99 ബാച്ച് SLC ആണ്, ലാസ്റ്റ് ബാച്ച് SLC ആയിരുന്നു നമ്മൾ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ +1 +2 ആയി. അതായത് ഞാൻ പറഞ്ഞത് പ്രീ-ഡിഗ്രി, ലാസ്റ്റ് ബാച്ച് പ്രീ-ഡിഗ്രി ആയിരുന്നു. ഞാൻ എൻ്റെ കോളേജ് ചെയ്തത് സെൻറ്റ് മേരീസിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ചെറുപ്പത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്തിരുന്നത് അച്ഛനമ്മമാരായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പല തീരുമാനങ്ങളും നമ്മൾ തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് പിന്നെ കുറെ കാലമെടുത്തു ആലോചിച്ച് ഒരു ശരിയായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ. തിങ്ങിലോ തീപ്പൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന മുഖാമുഖം പരിപാടിയിൽ ആരോഗ്യം, രാഷ്ട്രീയം, കല, സംസ്കാരം തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് സംവാദങ്ങൾ നടന്നു. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.